ഗൈസ് നമുക്ക് ഒരു സ്ട്രൈക്ക് കിട്ടി. ഫിഷ് ഓൺ. യെസ് യെസ് യെസ്. ആ അതെ വന്ന് ഇത് കണ്ടോ, ഒരു കുലുങ്ങുന്ന സൗണ്ട് കേട്ടോ. ഇതാണ് സാധനം കേട്ടോ. ഫിഷ് ഓൺ. എൻ്റെ പൊന്നെ വലിച്ചോണ്ട് പോയിരുന്നു മീനെ. പാമ്പ്. വിഷം ഉപയോഗിച്ചിട്ട് മീൻ പിടിച്ചിട്ടുണ്ടോ? എങ്കിലേ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ റിയൽ വാറിന്റെ ഈ പറയുന്ന ഫ്രോഗിനാണ് ഞാൻ ഈ വിഷം എന്ന് പറഞ്ഞു കേട്ടോ. റിയൽ വാറിന്റെ പോയിസൺ എന്നാണ് നമ്മുടെ ഈ ഫ്രോഗിന്റെ പേര് കേട്ടോ. നല്ലൊരു അടിപൊളി പാക്കിലാണ് സാധനം വരുന്നത്. ബാക്കിൽ ഫ്രോഗിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഗ്രാംസും കാളെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ ഫ്രോഗ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ റിയൽ വാറിന്റെ ഈ പോയിസൺ വിഷം എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ. നല്ലൊരു അടിപൊളി ഫ്രോഗിലൂറാണ്. ഏകദേശം 11 ഗ്രാംസ് വെയിറ്റും അതുപോലെ 5.5 സെന്റിമീറ്റർ നമ്മുടെ ഫ്രോഗിന്റെ ലെങ്ത് വന്നേക്കുന്നത് കേട്ടോ. കറക്റ്റ് പാമ്പിന്റെ തല പോലെ, നമ്മുടെ ഒരു മൂർക്കം പാമ്പിന്റെ തല പോലെയാണ് നമ്മുടെ ഫ്രോഗിന് വരുന്നത്. അതായത് കറക്റ്റ് ഒരു മൂർക്കം പാമ്പ് ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഉള്ള ഷേപ്പാണ് ഫ്രോഗിന് വന്നേക്കുന്നത് കേട്ടോ. ആ ഒരു പാറ്റേൺസ് ഒക്കെയാണ്, സ്കെയിൽസ് ഒക്കെ കറക്റ്റ് പാമ്പിന്റെ പോലത്തെ സ്കെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ കണ്ണൊക്കെ ആണെങ്കിലും കറക്റ്റ് ഒരു പാമ്പിന്റെ കണ്ണൊക്കെ പോലെയാണ് നമ്മുടെ ഫ്രോഗിന് വന്നേക്കുന്നത് കേട്ടോ. നല്ലൊരു അടിപൊളി ഫ്രോഗിലൂറാണ്. ഒരുപാട് കളേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ എടുത്തതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇതിന്റെ ഗ്രീൻ കളറുണ്ട്, യെല്ലോ പോലത്തെ കളറൊക്കെ ഉണ്ട്. മീൻ കണ്ടാൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആവുന്ന കളേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രോഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പിന്നറാണ് കേട്ടോ. നിങ്ങൾ നോക്കി, ഒരു പ്രത്യേക രീതിയിലുള്ള സ്പിന്നറാണ്. വെള്ളത്തിലൂടെ വരുമ്പോഴത്തേന് പല സൗണ്ട് വരും. ഭയങ്കരമായിട്ട് മീൻ അട്രാക്റ്റീവ്. ഫ്രണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കമ്പിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചേർമീനും വരാലും ഒരുപാട് ചാർജ് ചെയ്യാം. വാഹ അടിച്ചാൽ പോലും ഈ കമ്പി നിവരത്തില്ല. അത്രയും ക്വാളിറ്റിയുള്ള കമ്പിയുടെ ഫ്രോഗിന് വന്നിരിക്കുന്നത്. ആ കമ്പിയുടെ തുമ്പത്തൂടെ അകത്തുകൂടെ ഹുക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള കാർബൺ സ്റ്റീൽ ഹുക്കാണ് നിൽക്കുന്നത്. ചെറുമീനും വരാലൊക്കെ അടിച്ചാലും വാഹ അടിച്ചാലും തുള്ളി പോലും നിവരത്തില്ലാത്ത രീതിയിലുള്ള ഹുക്കാണ് നിൽക്കുന്നത്. ഭയങ്കര ഹെവി ഡ്യൂട്ടിയുള്ള കാർബൺ സ്റ്റീലാട്ടോ. അതുപോലെ ബാർബൊക്കെ ആണെങ്കിൽ പക്ക ബാർബാണ്. പിന്നെ ഫ്രോഗിന്റെ റബ്ബർ കണ്ടോ, ഭയങ്കര സോഫ്റ്റ് റബ്ബറാണ്. ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ ഭയങ്കരമായിട്ട് ഹുക്കപ്പ് ആവും. ഒറ്റ മീൻ പോലും മിസ്സാകത്തില്ല. അത്രയ്ക്ക് സോഫ്റ്റ് റബ്ബറാണ് കേട്ടോ. നല്ല ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ് കേട്ടോ. അടിപൊളി ഫിനിഷിംഗ് ആണ്. പിന്നെ നമ്മുടെ ഫ്രോഗിന്റെ ഹുക്കിന്റെ അകത്താണ് വെയിറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ ഇൻബിൽഡ് ആയിട്ടാണ് വെയിറ്റ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ഈ ബ്ലാക്ക് കളറിലാണ് വെയിറ്റ് വന്നേക്കുന്നത്. അങ്ങനെ വെയിറ്റ് സെറ്റാക്കി വെച്ചതുകൊണ്ട് നമ്മുടെ ഫ്രോഗ് വെള്ളത്തിൽ കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ കിടക്കും. അപ്പോൾ വലിക്കുമ്പോൾ കറക്റ്റായിട്ട് ആക്ഷനും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ ആ വെയിറ്റ് തുമ്പത്തൊരു ഒരു കമ്പിയിൽ ഒരു സിവിലിൽ സ്പ്ലിറ്റിംഗ് ഇട്ടിട്ട് നമ്മുടെ സ്പിന്നർ വന്നിരിക്കുന്നുണ്ട്. ഈ സ്പിന്നർ പൊളിക്കും, ഉറപ്പായിട്ട് മീൻ അടിക്കും, പറന്നടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി ഫ്രോഗിലൂർ തന്നെയാണ് നമ്മുടെ റിയൽ വാറിന്റെ പോയിസൺ. അപ്പോൾ നമ്മുടെ ഈ ഫ്രോഗിലൂർ ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സംഘടനയിലുള്ള ആംഗ്ലേഴ്സ് പാഡ് സ്റ്റാക്കിൾസിലുണ്ട്, ഡ്രീം ഷോപ്പ് കാർഡിലുണ്ട്, ഇസാ ഫിഷ് ടാക്കിൾസിലുണ്ട്. അതുപോലെ കേരളത്തിലെ എല്ലാ ഷോപ്പുകളിലും സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലൊക്കെ ആഡ് വെച്ചേക്കാം. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നേരെ കാസ്റ്റിംഗിലേക്ക് വെക്കാം. ചെറുമീനാണ് വരാൾ നമുക്ക് കിട്ടും, നമുക്ക് നോക്കാം കേട്ടോ. റിയൽ വാർ പോയിസൺ. അപ്പുറത്തെ വീഡിയോ ഫുള്ള് കുയിലിരുന്ന് കൂവുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് നോക്കി, എന്നാ പച്ചപ്പം നോക്കി, നെല്ലൊക്കെ നല്ലപോലെ കാഴ്ച നിൽക്കുക കേട്ടോ. രാവിലെ ഇതായിട്ട് സൂര്യൻ്റെ ആ വെട്ടോളം വന്നുകൊണ്ട് നല്ല സെറ്റായിട്ട് നിൽക്കുന്നത്, ഫുൾ ഗ്രീൻ കേട്ടോ. അപ്പോൾ രാവിലെ ഒരു ഏകദേശം 6 മണി അല്ലെ 6:30 ആയിട്ടുണ്ട്. ഞാൻ ദേ കാസ്റ്റിംഗ് വന്നേ കേട്ടോ. ചെറുമീൻ പിടിക്കണം എന്നുള്ള ഉദ്ദേശം വന്നത്. നമ്മൾ കുറച്ചാളെ ചെറുമീനൊക്കെ പിടിക്കേണ്ടി പോയിട്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ എടുത്തേക്കുന്ന ഫ്രോഗ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ പോയിസൺ ആണ് കേട്ടോ. കുയിൽ ഭയങ്കര സൗണ്ട് വെച്ച് കൂവുന്നു കേട്ടോ. നമ്മൾ എറിയാമെന്നൊക്കെ തോടെന്ന് പറഞ്ഞാൽ ദേ ഈ തോടാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം വരാലും ചെറുമീനൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് പതുക്കെ നടന്നു പോയിട്ട് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് നടന്നു പോകാണ്ട് ഇവിടുന്ന് കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെ ആ കാണുന്ന തെങ്ങിൻ്റെ ഒക്കെ അവിടം വരെ പോകാനുണ്ട്. എന്നിട്ട് നമുക്ക് പതുക്കെ പോയി കാസ്റ്റിംഗ് ചെയ്യാവേ. വല്ല മീൻ അടിക്കുമോ നമുക്ക് നോക്കാം. ഓക്കെ അനുവേട്ടാ വാ. അപ്പോൾ നമുക്ക് പതുക്കെ നടക്കാം ഇവിടുന്ന്. കാര്യം നല്ല വൈബാണ് രാവിലെ എഴുന്നേറ്റ് നടക്കാനായിട്ട്. അങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവർക്കൊന്നും ഇത്ര സുഖം കിട്ടത്തില്ല. നല്ല നമ്മുടെ ബോഡിക്കും നല്ലതാണ്, ഏറ്റവും നല്ലതാണ് ഈ നടക്കാനൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് പുല്ലൊക്കെ കരിച്ച് കളഞ്ഞിട്ടുണ്ട്. കാര്യം കൃഷിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നെല്ലിനൊക്കെ ഇവിടെ വരുമ്പം പാമ്പ് കടിയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ മരങ്ങളെല്ലാം വെട്ടിയേക്കുന്നതാണ് കൂടുതലും. ഇവിടെ കത്തിച്ചെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റായിട്ട് നിൽക്കുവാണ്. ഇതൊക്കെയാണ് നമുക്ക് പതുക്കെ ദേ ഇവിടെ നിന്നൊക്കെ പതുക്കെ എറിഞ്ഞെറിഞ്ഞ് നമുക്ക് തുടങ്ങാം. അയ്യോ ഗായ്സ്, ശരിക്കും അവനെ അടിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റിയൽ വാരിൻ്റെ പോയിസണിലൊരു മീൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ വലിച്ചോണ്ട് പോയിരുന്നു മീനെ.
ഹെവിയൊന്നുമല്ല, ഒരു 1 കിലോ 1.5 കിലോ ആണ്. ചെറുമീൻ ഗൈസ്, ചെറുമീൻ. ഒമ്പടാ പോയിസണല്ലൊരു മീൻ അടിച്ചു ഗൈസ്. അടിപൊളി ചെറുമീൻ കേട്ടോ. കുറച്ച് നാളുകൂടി നമ്മളിപ്പോൾ ചെറുമീൻ പിടിക്കുന്നത്. ഓക്കെ, നമ്മുടെ റിയൽ വാരിയർ പോയിസണിൽ ഫസ്റ്റ് മീനെ കേട്ടോ. ക്രിപ്പർ എടുത്തിട്ട് എന്താണെങ്കിലും അടിപൊളി ഹുക്കപ്പ്. അകത്തോടുണ്ട്. കാര്യം ഞാൻ ഹുക്കപ്പ് പോലും കൊടുത്തില്ല, അവൻ വലിച്ചുകൊണ്ട് അങ്ങ് പോയായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടായിരുന്നോ? വലിച്ചുകൊണ്ട് തന്നെ ഹുക്കാവുമായിരുന്നു. ഇത് സ്നാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. കൈയോടെ ഇട്ടേക്കാം. ഓക്കെ, ഫ്രോഗ് അൺഹുക്ക് ചെയ്യണമെങ്കിൽ നല്ല പണിയാട്ടോ. അമ്മാതിരി ഹുക്കപ്പ് അയക്കുന്നത്. ഇല്ല, ഊരിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫ്രോഗ് റിയൽ വാരിയർ പോയിസൺ. നല്ല ഫ്രോഗ്, ഒന്നും പറയാനില്ല. അപ്പോൾ അതെ, നമ്മുടെ റിയൽ വാരിയറിൻ്റെ പോയിസണിൽ കിട്ടിയ മീനെ കണ്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു മീനാണ്. നിങ്ങൾ നോക്കി, ഏകദേശം ഒരു 1.5 കിലോ അടുത്ത് വരും. ഒരു 1.300 വരുന്ന ചെറുമീൻ കേട്ടോ. ഇത്ര മണ്ണമുണ്ട്, വട്ടം പിടിച്ച് ഒക്കത്തില്ലാത്ത മീൻ കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് നാൾ കൂടിയാണ് ചെറിയ പിടിക്കുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഇത്ര നാൾ പിടിക്കുന്നത് ഫുള്ള് വരാലായിരുന്നു കേട്ടോ. ചെറുമീൻ്റെ സ്ട്രൈക്കും വരാനുള്ള സ്ട്രൈക്കും ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ചെറുമീൻ്റെ സ്ട്രൈക്ക് ഇപ്പം എന്നാണ് സ്ട്രൈക്ക് കേട്ടോ. ഇവിടെ നല്ല ഫൈറ്റ് തരും നമുക്ക്. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയ മീൻ കേട്ടോ. അപ്പോൾ നമ്മുടെ റിയൽ വാരിയറിൻ്റെ പോയിസണിൽ നമുക്ക് മീൻ കിട്ടുന്നത് കേട്ടോ. ഇത് നല്ല അടിപൊളി ഹുക്കപ്പറേഷൻ ആണ്. നിങ്ങൾ നോക്കി, കിടക്കാച്ച് ഹുക്കപ്പറേഷനാണ്. ചെറുമീൻ അടിച്ചാൽ പക്കടി, ചെറുമീൻ ഒരാളടിച്ചാൽ പക്കയുടെ ഹുക്കപ്പാവും കേട്ടോ. നമുക്ക് ഫസ്റ്റ് മീൻ കിട്ടിയ ചെറുമീനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ കുറേ പേര് പറയുന്നത് ഈ പ്രൊമോഷനല്ല ചെയ്യുന്നത്, ഫുള്ള് പ്രൊമോഷനല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രൊമോഷനും റിവ്യൂവും തമ്മിൽ അറിയാൻ പറ്റാത്തൊരു കാര്യം ഞാൻ പറയാം. അത് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ വായിക്കകത്ത് വെച്ചിട്ട് നമുക്ക് ഇന്ന ഫ്രോ കിട്ടിയ മീനാണെന്ന് പറയുന്നതാണ് പ്രൊമോഷൻ. അപ്പം റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാണ് റിവ്യൂ. അതായത് ഒരു ഫ്രോഗ് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ പറഞ്ഞു, അതായത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കൃത്യമായിട്ട് മീൻ പിടിക്കുന്നതാണ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രൊമോഷൻ്റെയും റിവ്യൂവിൻ്റെയും വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് ഫ്രോകൾ കിട്ടുന്നുണ്ട്. റിയൽ വാറിൻ്റെ ആണെങ്കിലും ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് ഫ്രോകൾ അവിടെ കിട്ടുന്നുണ്ട്. അതിനകത്ത് എനിക്കിഷ്ടമുള്ള ഫ്രോകൾ മാത്രമേ ഞാൻ റിവ്യൂ ചെയ്തുള്ളൂ. കാര്യം ഹുക്കപ്പും കാലൊക്കെ നോക്കി പക്കയായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഫ്രോയിൻ്റെ മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഫ്രോഗ് വാങ്ങിക്കുന്ന ആർക്കും ഇതുവരെ ഒരു തെറ്റ് പറയാനില്ല. ഓക്കെ, അപ്പോൾ ചിലവർ കമൻറ്റ് ഇടുന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ റിയൽ വാറിൻ്റെ പോയിസണിൽ കിട്ടിയ മീനാണ്. അത്യാവശ്യം നല്ലൊരു ചെറുമീൻ കേട്ടോ. ഓക്കെ, ഒത്തിരി സമയം കളയാതെ വെയിലൊക്കെ വീണ്ടും വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനിയും മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം കളയാതെ നേരെ കാസ്റ്റിങ്ങിലേക്ക് പോയേക്കാം. ഓക്കെ, ഗൈസ്, നമുക്കൊരു മീനോട് അടിച്ചിട്ടുണ്ട്. ഒരു വരാൽഞ്ഞൊട്ടി കേട്ടോ. നമ്മുടെ റിയൽ വാറിൻ്റെ പോയിസൺ തന്നെ അടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ മീനിനെ നമുക്ക് നേരെ റിലീസ് ചെയ്യാം കേട്ടോ. ചെറുതാണ് കേട്ടോ പോയിസൺ. ഇത്രയും വലിപ്പമുള്ള ഫ്രോഗിൽ അടിച്ച മീനെ കണ്ടോ. നല്ല നാടനാണ് കേട്ടോ. വിയറ്റ്നാമി ഒന്നുമല്ല, നാടൻ വരാലാണ് കേട്ടോ. ഇതാളുടെ കുഞ്ഞൻ ക്യൂട്ടനെ നമുക്ക് ഒത്തിരി ഡാമേജ് ആക്കാതെ തിരിച്ചു വിട്ടേക്കാം. ഈ താടിയെ കൂടെ ജസ്റ്റ് കയറിയതേ ഉള്ളൂ. അതൊക്കെ വട്ടം പിടിച്ചിട്ട് അതൊക്കെ പൂരാം. ഓക്കെ, പൊക്കോ, രക്ഷപ്പെട്ടവൻ. അപ്പോൾ ചെറുതിനെ കിട്ടുമ്പോൾ പരമാവധി നിങ്ങളും വിട്ടേക്കുക. ഇവിടുന്ന് എറിഞ്ഞിടാൻ ഇച്ചിരി ടാസ്ക്കാണ്. ഓക്കെ, നല്ല ഒന്നാന്തരം വെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കേ ഇവിടുന്ന് നടന്നിട്ട് ഇങ്ങനെ അവിടം വരെ പോകണം. നമുക്ക് ഈ പാലൊന്ന് കയറാം. കുറേ നാളെ ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ. അടിപൊളി. അതെ, തെങ്ങന്നൊക്കെ തേങ്ങ കൈകൊണ്ട് പറിച്ചെടുക്കാം. അതുപോലെ പണ്ട് ഈ തെങ്ങ ഞാൻ വരുമ്പോൾ ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് വളർന്നല്ലോ. പെട്ടെന്ന് ആരും വരവൊന്നുമില്ലെന്ന് തോന്നുന്നു. അയ്യവാ, ഈ വ്യൂ ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമ്മൾ പറയുമായിരുന്നു ഇവിടുത്തെ വ്യൂ ഒക്കെ നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ പൊളിഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. ഓക്കെ, എൻ്റെ പറഞ്ഞേ ഫുള്ളാണെങ്കിൽ മരങ്ങൾ നിൽക്കുവാണ്. എൻ്റെ ഇടയിൽ കാണുന്നത് പാമ്പ് ചേര കോയ്സിൻ്റെ വലുപ്പം നോക്കിയതിന്. അയ്യോ, ഉണ്ടോ വെള്ളത്തിൽ ഇറങ്ങി പോകുന്നുണ്ടോ? എല്ലാത്തോട് പോയി കയറി. അവിടെ നടന്ന് നോക്കിക്കൊണ്ട് വരുമ്പോൾ കണ്ട കാഴ്ചകൾ അതൊക്കെ കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് കിട്ടിയത് അതൊക്കെ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സ്ട്രൈക്ക് ഗൈസ്, നമുക്കിപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടി. കണ്ടോ, ഫിഷ് ഓൺ. യെസ് യെസ് യെസ്.
യെസ് ഫിഷ് ഓൺ ഗൈസ്. നമ്മുടെ പോയിസണിലൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. യെസ് വന്നു, കാസ്റ്റിംഗ് നടത്തി, അടിച്ചു. ചെറുമീനാണ്, അടിപൊളി മീനാണ്. അമ്പട അടിപൊളി ചെറുമീൻ. അമ്പട്ടി അമ്പട്ടി പൊക്കിയെടുക്കാൻ പോണേ. അമ്പട്ട അടിപൊളി, നല്ല കിടുക്ക ചെറുമീൻ കേട്ടോ. നമ്മുടെ റിയൽ വാരിയറിൻ്റെ പോയിസണിനെ കയറിയിരിക്കുന്ന കേട്ടോ. ഹെവി ചെറുമീനെ. റോഡിൻ്റെ ഇത്ര ലെങ്ത് ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി ഒരു ചെറുമീനെ, അടിപൊളി ചെറുമീനെ പിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വായിലോട്ട് ഗ്രിപ്പർ ഇടാം കൈയോടെ. എന്നിട്ട് നമുക്ക് ഗ്രിപ്പർ ഇട്ടിട്ട് ഹുക്ക് ചെയ്യാം. അമ്പട്ട അടിപൊളി. ഫ്രോ ഇരിക്കുന്നുണ്ട് വായിക്കാത്ത. നമ്മുടെ സ്നാപ്പൊക്കെ ഓപ്പണായി. എൻ്റെ പൊന്നെ, മിസൂച്ചിയുടെ സ്നാപ്പൊക്കെ ഓപ്പൺ ആയിട്ടിരിപ്പുണ്ട്. ഫ്രോ നമുക്ക് തള്ളി നോക്കാം, ഊരി വരുന്നു. ഓക്കെ, ഊരിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫ്രോ ഊരിയിട്ടുണ്ട്. അയ്യോ, സ്നാപ്പിന് പണിയാവും. ക്ലോസ് ആക്കിയിട്ടുണ്ട് എന്താണെങ്കിലും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനിയൊന്നും വിവരത്തില്ലേ. നമ്മുടെ ഫ്രോഗ് കേട്ടോ, റിയൽ വാരിയറിൻ്റെ നമ്മുടെ പോയിസൺ. നല്ല ഹുക്കപ്പ് കേട്ടോ, സോഫ്റ്റ് റബ്ബറും ആയതുകൊണ്ട് നല്ലതായിട്ട് ഹുക്കപ്പാവും. അടിപൊളി. ഇപ്പോൾ കിട്ടിയ മീൻ ഒരു 2.5 കിലോ ആണായിരിക്കും. 2 കിലോ 2.5 കിലോ ഉറപ്പായിട്ടും കാണും. അമ്മാതിരി ചെറുമീൻ കിട്ടിയെന്ന് കേട്ടോ, ഹെവി സൈസ്. ഓക്കെ, തൽക്കാലം നമുക്ക് പിന്നെ ഇവിടെ ഇടാം. എന്നിട്ട് അടുത്ത കാസ്റ്റിംഗ് എന്നാ വലിപ്പമല്ലേ മീൻ. തൽക്കാലം ഇവിടെ കിടക്കട്ടെ. കാര്യം അങ്ങോട്ട് വെള്ളം നേരത്തെ കിടന്നോളും. നമ്മുടെ കവറത്തെ കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി. ആദ്യം നമുക്കൊരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു ആ മീൻ്റെ. അതൊക്കെ വീഡിയോക്കകത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അവർ അവിടെ നിന്ന് അടിച്ചിട്ട് പുറകെ വരുമായിരുന്നു ആ മീൻ. അമ്മാതിരി രസമായിരുന്നു കേട്ടോ. ബ്രൈഡെല്ലാം ടൈറ്റായിട്ടിരിക്കുമായിരിക്കും കേട്ടോ. അതിന് എൻ്റെ കയ്യിൽ നിന്നൊന്ന് കണ്ടോ, ബ്രൈഡായിട്ടാ. എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുപോയായിരുന്നു. മീൻ പോകുന്നതെന്ന് വിചാരിച്ചേ. ഫോളോ ഗൈസ്. ചുമ്മാ എറിഞ്ഞെടുത്ത മീൻ. അയ്യോ, ഫോളോ വന്ന ഗൈസ്, അടിച്ചില്ല. എന്നാ സംഭവം എനിക്കറിയത്തില്ല. നല്ല ഒന്നാന്തരം കാറ്റ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേന് നെല്ലൊക്കെ നല്ല വിളഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നലത്തെ ചേർമീൻ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് വീണ്ടും ഇറങ്ങിക്കോട്ടെ. നമ്മൾ ഫിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിടിക്കേണ്ടി വന്നേക്കും നമ്മുടെ നാടൻ വരാൽ, നമ്മുടെ റിയൽ വാറിൻ്റെ പോയിസണൊക്കെ കേട്ടോ. തലയെ കിടന്ന് കുലുക്കുന്നു, കുത്തുപോവാ. അപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്, മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ് കേട്ടോ. അപ്പം ഈ ബാക്കിലാണ് തോട്ടിൽ നമ്മൾ എറിയേണ്ടി വന്നേക്കുന്നത്. പക്ഷെ വന്നിട്ട് ഇതുവരെ ഒരു ഗ്യാപ്പ് പോലും നമ്മൾ കണ്ടിട്ടില്ല. ഫുൾ അടഞ്ഞെടുക്കും കേട്ടോ. ഒരു പശു നിൽക്കുന്നുണ്ടോ, അത് പോവുമായിരിക്കും നമ്മളെ കണ്ടിട്ട്. മാറുന്നുണ്ട് കേട്ടോ, മര്യാദ ഉള്ള. ഇപ്പോൾ ഓടി വന്നൊരു കുത്തുത്തണം, ചുമര ഇട്ടേക്കുന്നേ. എൻ്റെ വളിപ്പൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പതുക്കെ പോയിട്ട് കാസ്റ്റ് ചെയ്യാവേ. നമ്മുടെ പോയിസണൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് വരാലടിച്ച് ഞാൻ ഹുക്കപ്പ് ആവുന്നതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഫിഷ് ഓൺ. നമ്മുടെ റിയൽ വാരിയറിൻ്റെ പോയിസണിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല നാടനാണേ. ഓക്കെ ഗൈസ്, കുഴപ്പമില്ല സൈസ് വരാമല്ലോ നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ചെറുമീനും കിട്ടും, നാടനും കിട്ടും, നമുക്ക് തെളിഞ്ഞല്ലോ. ഓക്കെ, കാണിച്ചു തരാവേ. നല്ല കിടുക്കാച്ചിയായിട്ട് ഫ്രോഗ് അകത്തോടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് നമ്മുടെ പോയിസൺ ഇതുണ്ടോ. ഒരു 350-400 ഗ്രാം നാളം വരാൻ കിട്ടിയത് കേട്ടോ. ഓക്കെ, നമുക്കിതിൻ്റെ വായിന്ന് ഫ്രോഗ് വരാം. ഫ്രോഗ് വരുമ്പോൾ അവൻ്റെ പണി തീരും ഉറപ്പാണ്. കാര്യം ഇത്ര മിഴുങ്ങിയൊക്കെ വെക്കുക എന്ന് പറയുമ്പോഴേ, അയ്യോ അത് പണിയാണ് കേട്ടോ ഗൈസ്, നല്ല പണിയാണ്. അയ്യോ, ഉരി ഇത് നമ്മുടെ റിയൽ വാരിയർ പോയിസൺ. ഓക്കെ, നമുക്കൊരു കുഞ്ഞു വരാല നേരത്തെ കിട്ടി. നമ്മളതിനെ റിലീസ് ചെയ്തായിരുന്നു നേരത്തെ. കഴിഞ്ഞ ദിവസം ചെറുമീൻ പിടിക്കാൻ പോയപ്പോൾ. ഇതുണ്ടോ, നല്ല അടിപൊളി ഫ്രോഗ്, നല്ല ഹുക്കപ്പ് റേഷ്യോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വരാലും ചെറുമീനും പിടിക്കാൻ അടിപൊളി ഫ്രോ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല 2 ചെറുമീനും കിട്ടി, ഒരു വരാലിനും കിട്ടിയിട്ടുണ്ട്. തൽക്കാലം നമുക്കിവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് അവിടെ തന്നെ ഒന്നുകൂടി എറിഞ്ഞ് നോക്കാവേ. കാര്യം ഇവിടെ ഇനിയും മീൻ കാണും. ഇവിടെ ഒരു മീൻ ഓടിയുണ്ടോ ഗൈസ്, ഇവിടുന്ന് നീ കാണും. എപ്പോൾ വേണമെങ്കിലും സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്, നാടനാട്ടോ. നമ്മുടെ റിയൽ വാരിയറിൻ്റെ പോയിസണിൽ അടുത്ത മീൻ.
ഓക്കെ, കണ്ടോ കിടുക്കാച്ച് നാടൻ വരാൽ കേട്ടോ. കരിങ്ങത്തെ റയറാണ് ഇപ്പോഴത്തെ വരാൽ കണ്ടോ. നല്ല നാടൻ വരാലാണ് കിട്ടിയേക്കുന്നത് കണ്ടോ. നല്ല സ്ട്രൈക്ക് വെച്ചാൽ ലോങ്ങിൽ നിന്ന് അടിച്ചേ. ഓക്കെ, റിയൽ വാരർ പോയിസൺ. ജസ്റ്റ് ലിപ്പിലാണ് ഹുക്ക് അയക്കുന്നത്. നമുക്ക് ഏതായാലും ഗ്രിപ്പർ എടുത്തിട്ട് ലിപ്പിലേക്ക് ഇടാം. ഓക്കെ ഓക്കെ ഓക്കെ, ഫ്രോഗ് ദേ അൺഹുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, നേരെ ഫ്രോഗ് സെറ്റാക്കാം. നല്ല അടിപൊളി ഫ്രോഗ് കേട്ടോ, ഒന്നും പറയാനില്ല. ചെറുമീനും പിടിക്കാം, വരാലും പിടിക്കാം. അടിപൊളി ഫ്രോഗ്. ഓക്കെ, അത്യാവശ്യം കാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ വരാൽ നല്ല നാടൻ വരാൽ കേട്ടോ. ഓൺ റിയൽ വാരർ പോയിസൺ. ഇത് ഈ ഒരു ലെങ്ത് വരും കേട്ടോ, റോഡിൻ്റെ ഈ ഒരു ലെങ്ത് വരും. അത്യാവശ്യം വലുപ്പമുള്ളൊരു മീനാണേ. ഓക്കെ, നമുക്കിതിനെ താഴെ വെച്ചിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാം. കാര്യം അവിടെ മീൻ ഇന്നിങ് ആണ് കേട്ടോ. കാര്യം അവിടെ തോടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വാതിക്കൽ ഈ പൊടിമീനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ വെട്ടാൻ വേണ്ടി നിൽക്കുന്ന. യെസ്, ഫിഷ് ഓൺ. നമ്മുടെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ റിയൽ വാരിയറിൻ്റെ പോയിസൺ ഉള്ളത് അടുത്ത മീൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ല നാടനാണേ. നാടാണ് വിയറ്റ്നാമി നിറത്തിൽ കണ്ടിട്ട്. വിയറ്റ്നാമി പോലെ ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി ഹുക്കപ്പ് കേട്ടോ. എന്തോ ഇടത്തരം ദേ നല്ല അടിപൊളി ഹുക്കപ്പ് അയക്കുന്നു കേട്ടോ. നമ്മുടെ പോയിസൺ കയറി തറച്ചിരിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നൈസായിട്ട് ഫ്രോഗും സെറ്റ് ചെയ്യാവേ. ഇതുണ്ടോ ഫ്രോഗിൻ്റെ ഫ്രണ്ടിൽ കമ്പി കിടക്കുന്നുണ്ടോ. നല്ല ക്വാളിറ്റി കമ്പി കേട്ടോ. ഹുക്ക് കിടക്കുന്നുണ്ടോ, അടിപൊളി കിടക്കുന്നത്. നമുക്ക് ഫ്രോഗ് പഴയതുപോലെ വലിച്ചങ്ങോട്ട് ഇടാവേ. ഓക്കെ, ഫ്രോഗ് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടോ, പഴയ പൊസിഷനിലേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം കിട്ടുക കണ്ടോ. നല്ല അടിപൊളി വരാൽ നമുക്ക് കിട്ടിയത്. നല്ല അടിപൊളി സ്ട്രൈക്ക് ചെയ്യുന്നു കേട്ടോ. നല്ല ഫിൻസൊക്കെ വിരിച്ചിരിക്കുന്നുണ്ടോ. റോഡിൻ്റെ അതേ ഈ ഒരു ലെങ്ത് വരും കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഇട്ടിട്ട് അടുത്ത് തന്നെ പൊക്കാം. ഇവിടെ കിട്ടുമോ നമുക്ക് നോക്കാം. വലിയ ഉറപ്പൊന്നുമില്ല. കാര്യം മൊത്തം മുള്ളമ്പാൽ കയറി കിടക്കുകയാണ്. അടിച്ചെന്നേ ഉള്ളൂ. ഈ സമയമായിട്ട് പഠിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്കില്ലേ തിരിച്ച് കയറിപ്പോയേക്കാം. എൻ്റെ ഇവിടെ ചെറിയൊരു വെള്ളമുള്ള സ്ഥലമാണ്. ഇതുണ്ടോ, നമുക്ക് ചാടിക്കിടക്കാം. അവിടെ ജസ്റ്റ് എറിഞ്ഞിട്ട് നമുക്ക് പോയേക്കാവേ. എന്തൊക്കെ ഉറപ്പായിട്ടും വരാൽ വേണം. ഓടുന്നുണ്ടോ. കാര്യം വെള്ളം ഒഴുകുന്നുണ്ട്. മീൻ കയറി പോകുന്നതായിരിക്കുമേ. സ്ട്രൈക്കായിരുന്നു. ഉണ്ടോ, മീൻ ഉറപ്പായിട്ടുണ്ടോ ഇന്നത്തൊക്കെ. ചെറുതായിരിക്കുമേ. ഫുള്ള് കിളികൾ പറന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ കാണുന്ന ലൈനിലെല്ലാം കിളികളിരിക്കുന്നു കേട്ടോ. കാര്യം സമയം ഏകദേശം 6-7 മണിയായിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദേ മഴക്കാറെല്ലാം കയറി നിൽക്കുക കേട്ടോ. ക്ലൗഡ് ഫുള്ള് മൂടി നിൽക്കുകയാണ്. പിന്നെ അവിടെ കുറച്ച് വെട്ടമുണ്ട്. ആ വെട്ടം ദേ നമ്മുടെ നെല്ലൊക്കെ കടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിക്ക് നെല്ലൊക്കെ നിൽക്കുന്ന കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു സംഭവം ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇതേ കാണുന്ന പോസ്റ്റ് ഉണ്ടോ. ഈ പോസ്റ്റിൽ നിറച്ചൊരു വള്ളി കിടപ്പുണ്ട് കേട്ടോ. ആ വള്ളിയിൽ മാല ബൾബ് പോലെ ഫുള്ളൊരു കാ കിടപ്പുണ്ട്. ആ കായുടെ പേരാണ് പീച്ചിൽ. അതായത് പണ്ട് കാലങ്ങളിലെ കാർന്നോമാരെ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കാര്യം ഇപ്പോൾ സോപ്പും കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഇറങ്ങിയതുകൊണ്ട് ഈ സാധനം ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. പിന്നെ ആയുർവേദ കടകളിലൊക്കെ ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഏകദേശം 30 രൂപ അങ്ങോട്ട് വിലയുണ്ട് കേട്ടോ. അപ്പം ആ സാധനം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറിച്ച് കാണിക്കാവേ. ഇങ്ങനെ റോഡ് കയറ്റിയിട്ട് പറിക്കാം. അതെ വന്ന് ഇത് കണ്ടോ, ഒരു കുലുങ്ങുന്ന സൗണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് സാധനം കേട്ടോ. പീച്ചിൽ ഇതിങ്ങനെ ഞെക്കിയാൽ പൊട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള ഒരു ഷെല്ലല്ല ഒരു തോടങ്ങ് പോകും കേട്ടോ. അതിന് ഫുള്ള് കുരുക്കൾ വരും കേട്ടോ. ഇതുകൊണ്ടോണേ കണ്ടോ, ഇതാണ് ഇതിൻ്റെ സീഡ് കേട്ടോ. സീഡ് ഇട്ടേക്കാം. ഇനിയും കിളത്തോടെ എല്ലാം. ഓക്കെ ഇതിങ്ങനെ പൊളിച്ച് കഴിയുമ്പോൾ
നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്, കുടിക്കാൻ അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് തന്നെയാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇനി ഷീഡ് ഇഷ്ടംപോലെ വരാനുണ്ട്. ഇത് കണ്ടോ, ഇതാണ് സാധനം. ഈ സാധനം വെച്ചിട്ട് സോപ്പൊക്കെ തേച്ച് ഉരച്ച് കുളിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ചെളികളും പാടുകളും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഈ പോസ്റ്റിൽ നിറച്ച് ഇനിയും കിടപ്പുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കും. ഈ സാധനം എന്താണ് ഞാൻ എടുക്കും കേട്ടോ, കുളിക്കാൻ യൂസ് ചെയ്യാം. പഴയ ഒരു ഓർമ്മയിലേക്ക് നമുക്ക് പോകാം. എന്തൊക്കെയാണല്ലോ നമ്മുടെ റിയൽ വാറിൻ്റെ പോയിസൺ. നമ്മൾ അത്യാവശ്യം ചേറുമീനെ പിടിച്ചു, അതുപോലെ നമ്മൾ ഇന്ന് വരാലിനെ പിടിച്ചു. വരാൽ നമ്മുടെ ബാഗിൽ കിടപ്പുണ്ട് കേട്ടോ, എടുത്ത് കാണിക്കുന്നില്ല, കാര്യം ഇട്ടായതുകൊണ്ട് നമ്മൾ ഇനിയൊന്നും ചെയ്യുന്നില്ല, നമ്മൾ തിരിച്ച് പോയേക്കാണ് കേട്ടോ. അപ്പം എന്തൊക്കെയാണെങ്കിലും നല്ല അടിപൊളി ഫ്രോഗാണ്. വരാൽ പിടിക്കാൻ പറ്റും, ചെറുമീൻ പിടിക്കാൻ പറ്റും, അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റിംഗ് കിട്ടും, നല്ല ഹുക്കപ്പ് റേഷ്യോ ഉണ്ട്, ഒറ്റ മീൻ പോലും നമുക്ക് മിസ്സായി പോകുന്നില്ല. ഒരുമാതിരിപ്പെട്ട മീനെല്ലാം തന്നെ കരയ്ക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻട്രോയ്ക്ക് പറഞ്ഞ പോലെ നമ്മുടെ ഫ്രോഗ് ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കിട്ടുന്ന ഷോപ്പുകളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആഡ് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം. സൈഡിൽ ബെൽ ബട്ടൺ എവിടെയൊക്കെ എവിടെ വെക്കുക, നമ്മൾ വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇഷ്ടമായിട്ട് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ ബൈ.